എടാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. പാർട്ടിക്കാരും മീഡിയാസും 10 കൊല്ലം മുമ്പ് ഈ കേസ് വിട്ടതാ. അപ്പൊ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടോ? എടാ മോനെ, ഇൻഫ്ലുവൻസിന്റെ അല്ല, എന്തോ ഒരു ശക്തി അവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. അല്ല പിന്നെ കേസ് അന്വേഷിക്കാൻ പോയ 4 ഓഫീസേഴ്സ് എങ്ങനെ മരിക്കുന്നത്? എടാ നമുക്കിത് വേണോ? എന്റെ അപ്പ, അതിലല്ലേ ഒരു ത്രില്ലുള്ളൂ. നിന്റെ അമ്മ എന്നെ വെച്ചേക്കില്ല. മനുഷ്യനായ കുറച്ചൊക്കെ യുക്തിബോധം വേണം. ധൈര്യമായിട്ടിരിക്കുക. ആ വൃത്തിയായിട്ടവനെ ഇല്ലാത്ത ധൈര്യം തന്നു മനുഷ്യനെ കൊലക്കി കൊടുക്കുന്നോ? എന്നതായാലും ഞാൻ പോവും. എനിക്ക് ഈ കേസ് അന്വേഷിക്കണം. നീ ഉറപ്പിച്ചാണോ? ഞാൻ ഉറപ്പിച്ചതാ. അപ്പൊ ഒന്ന് പറപ്പാ. ജൂണി, എല്ലാ കാര്യവും അപ്പനും മോനും കൂടെ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചില്ലേ? ഇനി എന്റെ പെർമിഷൻ എന്തിനാ? എന്താന്ന് വെച്ചാ കാണിക്ക്. താങ്ക് യു മുത്തേ. കൂക്കി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് വണ്ടിക്ക് കേറിക്കോണം, കേട്ടല്ലോ? എന്നാ നീ പോണ്ട. അയ്യോ പ്രോമിസ്, എന്ത് പ്രശ്നം ഉണ്ടായാലും നെക്സ്റ്റ് വണ്ടിക്ക് കയറും. എപ്പോഴാ ട്രെയിൻ? നാളെ വൈകിട്ട്. കേസ് അന്വേഷിക്കാൻ പുതിയൊരു ഓഫീസർ വരുന്നുണ്ടെന്ന്. ഇപ്പൊ ഈ കേസ് കുത്തിപ്പൊക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒറ്റ ബുദ്ധിയാ. വരട്ടെടോ, സ്വീകരിച്ചുവിടാം. ചേട്ടാ, എന്താ വേണ്ടേ? ഈ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയതാ. ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടത്തോട്ട്. അവിടെയാണ് പോലീസ് സ്റ്റേഷൻ. അല്ല പിന്നെ താനല്ലേടോ പറഞ്ഞു വലത്തോട്ട് തിരിഞ്ഞ ഇടത്തോട്ടാന്ന്? സിനിമയിലൊക്കെ ഇങ്ങനെ പറയണം. ദേ, ഈ റോഡ് അവസാനിക്കുന്നിടത്ത് പോലീസ് സ്റ്റേഷൻ. നല്ല ബെസ്റ്റ് തുടക്കം. സാറേ, ഇതാണ് സാറിന്റെ സ്റ്റേ. എനിക്ക് കേസിന്റെ ഫയലൊക്കെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് വേണം കേട്ടോ. തരാം സാർ. പിന്നെ സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ആ, വിളിക്കാം. പിന്നെ സാറേ, സാറിനോട് ഇതാരും മെൻഷൻ ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല, രാത്രി സഞ്ചാരം വേണ്ട കേട്ടോ. എന്താടോ, ഈ നാട്ടിൽ വല്ല വാമ്പയറോ പ്രേതോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതല്ല സാറേ, എന്തോ സാർ, എന്നാ ഞാൻ ചെല്ലട്ടെ? ചെന്നാട്ടെ. എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. എന്തേലാട്ടെ. ഇതിപ്പോ എത്ര തവണയായി? ആ വീണക്കുഞ്ഞിന്റെ മേത്ത് ഇതിപ്പോ എത്രാമത്തെ തവണയാ ബാധ കയറുന്നേ? ആ കുടുംബത്തിന് എന്തോ ഒരു ശാപമുണ്ട്. അത് വിട്. കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ ഓഫീസർ എന്നാ പറയുന്നു? അങ്ങോട്ടേക്കാ പോകുന്നേ. അങ്ങേർക്ക് ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ല. ഇതുപോലെ വിശ്വാസമില്ലാത്ത 3-4 ചത്തു വലന്നു കിടന്നേ. അതൊക്കെ കഴിഞ്ഞ കാലമല്ല. ഇയാളൊരു ചെറുപ്പക്കാരനാ. എങ്കിൽ കൂടുതൽ സൂക്ഷിക്കണം. അതെ, ഇയാൾ ചായ കുച്ചാൻ വന്നല്ലേ, കുച്ചിട്ട് എണീറ്റ് പോവും. അങ്ങേര് വന്നേക്കുന്നു. രാഘവേട്ടാ, ഗ്ലാസ് ഇട വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോട്ടെ. അവന്റെ വായിലിരിക്കുന്ന കേട്ടപ്പോ സമാധാനമായല്ലോ. ഏറണം കേട്ടവൻ. സാറേ, സാറേ. ഇയാളോ? ചായ കുടിക്കുന്നോ? ഗുഡ് മോർണിംഗ് സാർ. വേണ്ട, ഞാൻ കുടിച്ചിട്ടാ വന്നത്. എടോ, ഞാൻ തന്നോട് വരാൻ പറഞ്ഞതേ, ആ ഓഫീസേഴ്സിന്റെ ഒക്കെ ബോഡി കിടന്ന കുളം എവിടെയാ സാർ? അത് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്താ. എനിക്ക് അവിടെ വരെ ഒന്ന് പോണല്ലോ. പിന്നെന്താ സാർ, പോയേക്കാം. എന്നാ വാ, ഇറങ്ങ. അല്ല സാർ, അപ്പൊ റെഡി ആവുന്നില്ലേ? എന്നാത്തിന്? അല്ല വേണ്ട, കുറച്ച് സ്പ്രേ അടിച്ചേക്കാം. ഇതേതാ സാർ സെന്റ്? ഇതൊരു പ്യൂർ കോഫി വാനില മിക്സ്ഡാ. തനിക്ക് വേണോ? ഞാൻ രാവിലെ കുളിച്ചതാ. ശരി, കുളിച്ചിട്ടൊക്കെ വന്നേക്കുവാ. വാ. അപ്പൊ ഇതേ സ്പോട്ടിലാണ് 4 പേരും മരിച്ചു കിടന്നത് അല്ലേ? അതെ സാർ. പിന്നെ സാറേ, അധികം നേരം ഇവിടെ നിൽക്കണ്ട. അതെന്താ സാറേ? ഗന്ധർവശാപമുള്ള മണ്ണായത്. പോരാത്തതിന് സാർ ബാച്ചിലറും. ആര്, ഞാനോ? സാറിപ്പോ മാരീഡാ? പിന്നെ ഞാൻ 2 പിള്ളേരുടെ തന്തയാ. താനിങ്ങി നടന്നേ ഗന്ധർവനെ. സാറേ, ഞാൻ ബാച്ചിലറാ സാറേ. താനിങ്ങി നടക്കണോ? തന്റെ കല്യാണം ഞാൻ നടത്തി തരാം. സാറേ, നാട്ടുകാർ പറഞ്ഞ ബാച്ചിലേഴ്സ് ഒരു സമയം കഴിഞ്ഞ് ഇവിടെ നിൽക്കരുതെന്നാ. എടേ, നാട്ടുകാർ പറയുന്നല്ലാതെ തന്റെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലേ? ഞാൻ ഈ നാട്ടുകാരനല്ല സാറേ, ഞാൻ കൊല്ലംകാരനാ. ഞാൻ ഇവിടെ വന്നിട്ട് 5 മാസമേ ആവുന്നുള്ളൂ. ഇങ്ങോട്ട് നടക്ക്. ലാസ്റ്റ് ഓഫീസർ മരിച്ചത് ഏത് വർഷം? 2016. 10 കൊല്ലമായിട്ട് ഈ കേസ് അടഞ്ഞു തന്നെയാണോ കിടന്നേ? സത്യം പറഞ്ഞ് ഒതുക്കി തീർത്തതാ. ആര്? ഇവിടുത്തെ കുറെ വിശ്വാസികള്. ഓരോരോ അന്ധവിശ്വാസങ്ങൾ അവരുടെയൊക്കെ. സാറേ, നമുക്ക് ഇവിടെ നിൽക്കണ്ട. എന്താടോ സാറേ പറയുന്നേക്ക്? വല്ല ലക്ഷ്യമായിരിക്കും. തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്ത്? സാറേ പറയുന്നേക്ക്, നമുക്ക് റിസ്ക് എടുക്കണ്ട. പോകാം. ഒരു കാര്യം ചെയ്യേ, താൻ പൊക്കോ. സാറേ, അത് താൻ പൊക്കോ. ഗന്ധർവൻ സാരി കൊടുത്ത അമ്പലത്തിലാ? ദേവി, ഗന്ധർവന്മാർ അടുത്തു വരുമ്പോ ഉണ്ടല്ലോ കുട്ടിയെ,
ഒരു പ്രത്യേക സുഗന്ധാണ്. എന്നിട്ടോ മുത്തശ്ശി, അവരുടെ ആ സുഗന്ധത്തിൽ ആകൃഷ്ടരായ യുവകന്യകമാരെ അവർ പ്രാപിക്കും. ഗന്ധർവൻ! ആര്, ഞാനോ? അയ്യോ, കർത്താവെ, കാറ്റുപോയോ? ഇടി കൊച്ചേ, കൊച്ചേ, എഴുന്നേറ്റ്. അയ്യോ ദൈവമേ, അയാളെ പറഞ്ഞുവിടുകയും ചെയ്തു. കൊച്ചേ, ഞാനിത് എഴുന്നേറ്റോ? എന്താ സാറേ, എന്താ 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 പറ്റി? കാറാതടി ശവമേ. സാറേ, എടാ ഞാനൊന്നും ചെയ്തില്ല. എന്താ മോളെ പറ്റിയേ? ഇവിടെന്തീ പറയുന്നേ? ഗന്ധർവൻ എവിടെ? ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വട്ടാണോടൂ. താരക്കുഞ്ഞ് ഇത് കേസ് അന്വേഷിക്കാൻ പുതുതായിട്ട് വന്ന ഓഫീസറാ. ഓഫീസറാ? ഞാനൊന്നും പറയുന്നില്ല. ആ ചെറുക്കനൊന്ന് പോയിട്ട് വിളിച്ചോ നോക്കിക്കേ. എടിയാവൻ വിളിച്ചതാടി. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. തന്റെ അതെ മോനും അതെ, രണ്ടും കണക്കാ. ഇന്ന് അമ്മച്ചി ചായ. അവൻ പോയിട്ട് ഇപ്പൊ 2 ദിവസമായില്ലേ? ആ അമ്മച്ചി, ഇത്തവണ എന്തായാലും പിടിച്ചു വിടേ അവന്റെ കല്യാണം നടത്തണം. എത്ര പെണ്ണ് കണ്ടു, അവനിഷ്ടാവണ്ടേ? അവനെ ഞാൻ പള്ളിയിലച്ഛനാക്കാൻ ഇറങ്ങിക്കുക. പണ്ട് ഇതുപോലെ ഒരുത്തനെ ഞാൻ പള്ളിയിലച്ഛനാക്കാൻ നടന്നതാ. എന്നിട്ടിപ്പ എന്തായി? ഇവക്കടെ കൊച്ചിന്റെ അപ്പനായി. ഓ, ഇങ്ങനൊരു നാണില്ലാത്ത മനുഷ്യൻ. നീ ടെൻഷൻ ആവതടി ജൂണിയമ്മേ, അവനിങ്ങ് വിളിച്ചോളും. എന്തിനാ കളിയാക്കുന്നേ? ഞാൻ കളിയാക്കിയൊന്നുമില്ല. ആ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ഗന്ധർവനെ, ഇറ്റ്സ് 2026. അതെ, എത്ര 2020 50-50 പാർലേജി ആയാലും ഗന്ധർവൻ ഗന്ധർവൻ തന്നെ. നിങ്ങൾക്ക് ഇതിന്റെ ശക്തി അറിയാത്തതുകൊണ്ടാ. എന്ത് ശക്തി? എന്റെ പൊന്നു കുഞ്ഞ്, ജനിച്ച ഒരിക്കൽ മരിക്കണം. അത് കണ്ടവന്റെ കൈ കൊണ്ടാവരെന്ന് എനിക്കുള്ളൂ. അതിന്റെ ഇടയിൽ കുറെ ഭൂതവും ദൈവവും പിന്നെ കുറെ ഗന്ധർവന്മാരും. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വട്ടാ. ഞങ്ങൾ അങ്ങ് സഹിച്ചു. നിന്റെ പേരെന്താ? താര വാസുദേവ്. ഇയാളുടെ പേരെന്താ? ആരുടെ? അല്ല, സാറിന്റെ പേരെന്താ? സ്റ്റീഫൻ. ക്രിസ്ത്യാനിയാ? അല്ല, കമ്മ്യൂണിസ്റ്റാ. ഓ, നാടെവിടെയാ? പത്തനംതിട്ട. എത്ര വയസ്സുണ്ട്? നീ എന്റെ സെൻസസ് എടുക്കാൻ വന്നാണോ? നടക്ക ഇങ്ങോട്ട്. ചുമ്മാ പറഞ്ഞൂടെ? എന്ത് മനുഷ്യനാണോ ഇതൊക്കെ? ഇവിടെ എവിടെയാ നിന്റെ വീട്? ഈ പാടം കഴിഞ്ഞിട്ട് എന്റെ വീട്. സാറ് തിരിച്ചു നോക്കോ, ഞാൻ പൊക്കോളാം. വേണ്ട, ഞാൻ കൊണ്ടേ ആക്കി തരാം. വാ. വേണ്ട, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. സാറ് തിരിച്ചു നോക്കോ. എന്താന്ന് വെച്ചാ ചെയ്യാ. നീ അവിടെ പോയതായിരുന്നു? ഞാൻ അമ്മൂന്റെ വീട്ടിൽ പോയതായിരുന്നു. ത്രിസന്ധ്യ നേരത്തെ ഇങ്ങനെ ഇറങ്ങി നടക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ചെന്ന് കുളിക്ക്. ആ, നീ വല്ലതും കഴിച്ചോടാ? ഓ, എനിക്കൊന്നും വേണ്ട. നീ കഴിച്ചോ? കഴിച്ചു. എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. നിന്റെ കെട്ടിയനെന്തേ? നിന്റെ ചേട്ടനല്ലേ? ഏത് നേരത്താണോ ഇങ്ങനെ കെട്ടാൻ തോന്നിയത്? ശരി, ഇപ്പൊ അങ്ങനെ ആയോ? നീ അല്ലേടി എന്റെ പുറകെ നടന്ന് അങ്ങേരെ വളച്ചത്. പറ്റിപ്പോയി. ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങേർക്ക് എന്നെ സംശയം. ദേ പെണ്ണേ, ഒരു ഡ്രസ് ഇടണ്ടാന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. ഇടപൊട്ട അവക്ക് ഇഷ്ടമുള്ളത് അവൾ ഇട്ടിട്ടെ. അങ്ങനെ എന്റെ കെട്ടിയോക്കട അതും ഇതൊന്നും മറ്റുള്ളവർ കാണണ്ട. നിങ്ങൾക്ക് ആ നാട്ടിലെങ്ങാനും കിടന്നാ പോരായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഹലോ, ആരുടെ വിസയ്ക്ക് വന്നു? ഇന്ന് ഇത് കേൾക്കണം. നെക്സ്റ്റ് ഡേ മോനുന്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അതുകൊണ്ട് ഞാനൊരു സാരി വാങ്ങിച്ചു. ആൻഡ് ദിസ് ക്രീപ്പി ഓൾഡ് ക്യാറ്റ് വോണ്ട് അലോ മീ ടു വെയർ ദാറ്റ്. ഓൾഡ് ക്രീപ്പി ക്യാറ്റ് എന്റെ അമ്മായിപ്പൻ. എന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ, ഇയാള് ഭയങ്കര പൊസസീവാ. ഞാൻ പൊസസീവാ. അതിനിപ്പോ എന്താ? ഐ ജസ്റ്റ് വാണ്ട് ടു ബി ദ ഹാർട്ട് മാമി ദേർ. അതൊരു കുറ്റമാണോ? ഹോട്ട് മൂവിയെ കണ്ടേച്ചാലും മതി. കാരണോരെ. അതെ, കെട്ടിയോനും കെട്ടിയോളും കൂടെ സംസാരിച്ചിരിക്കും. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എടാ ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാ. ഒന്നുമില്ല, തലയ്ക്ക് വെളിവുള്ള ഒരു അനീനല്ലേടാ എനിക്കുള്ളൂ. എടി മിനി, ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തു. മിക്കവാറും വേണ്ടി വരും. നീ പോയി കിടന്നു, അതായിരിക്കും നല്ലത്. നിങ്ങൾ എവിടെ പോവാ? എന്റെ അമ്മായിപ്പൻ ഒരു സംബന്ധം ആലോചിക്കാൻ വരുന്നാ. ഓ, എന്നാത്തിനാ കുറയ്ക്കുന്ന? എനിക്കും കൂടെ അങ്ങ് ആലോചിക്കും. ആലോചിച്ചോണ്ട് അവിടെ ഇരുന്നു. ആടാ മോനെ പറ. ഒരമ്പലം, ആ അമ്പലത്തിലെ കീഴ്ശാന്തിയുടെ കൊലപാതകം, അത് അന്വേഷിക്കാൻ വന്ന 4 ഓഫീസേഴ്സിന്റെ അസ്വാഭാവിക മരണങ്ങൾ. വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ആ അമ്പലത്തിന്റെ ട്രസ്റ്റിയിലേക്ക് ഇന്നും എമൗണ്ട് വരുന്നുണ്ട്. ഫണ്ടിങ് വരുന്ന സ്ഥിതിക്ക് അതിന്റെ പിന്നിൽ ഒരു പാർട്ടിയും കാണും. നിന്റെ സംശയം ശരിയാ, ചെമ്പരത്തി തന്നെ. പക്ഷെ എന്റെ ഡൗട്ട് അതല്ല. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എത്തിക്കഴിയുമ്പോഴാണ് ഈ 4 ഓഫീസേഴ്സും മരിക്കുന്നത്. എടാ, അത് എത്ര തലപോകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ട്രസ്റ്റിലുള്ളവർ തന്നെയാ. അവിടെയാണ് വേറൊരു ട്വിസ്റ്റ്. അവരാരും ഇന്ന് ജീവനോടെ ഇല്ല. അത് അടിപൊളിയായി. അപ്പൊ മോനെ, ഒരു കാര്യം ചെയ്യാം. നീ A to Z എന്നല്ല, Z to A എന്ന് പാറ്റേൺ വരയ്ക്ക്. നമുക്ക് M-ന്ന് Aയിലേക്കും Z-ലേക്കും വരച്ചാ പോരെ? അങ്ങനെയാലും മതി. പക്ഷേ രണ്ടും തെറ്റിപ്പോയാലോ? തെറ്റിപ്പോയാൽ നമ്മൾ 3ാമത് എടുക്കും, അത്രേ ഉള്ളൂ. എന്നാ ഓക്കെ. നീ കോൺഫിഡന്റ് അല്ലേ? ഞാൻ കോൺഫിഡന്റാ. പക്ഷെ 2 ആഴ്ച ടൈം എടുക്കും. ടൈം അതെടുക്കാനുള്ളതാണ്. എടാ, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ആടാ, വിളിക്കാം. എന്നാ ശരി, ഞാൻ കിടക്കട്ടെ. ആടാ മോനെ, ശരി എന്നാ. തുടങ്ങി. അതെ, ഏത് ഗന്ധർവനായ ലക്ഷ്യാലും നിന്റെ ഒന്നും തന്ത മേടിച്ചു വെച്ചാലേ ഈ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കാൻ. ഇത് നിനക്കൊന്നും ഉറക്കമില്ലേ? പോയി കിടന്ന് ഉറങ്ങ്. സാറേ, ഇന്ന് ഉത്സവത്തിന് വരില്ലേ സാറ്? ഏത് ഉത്സവം? കാവിലെ ഉത്സവത്തിന്. സാറ് വരില്ലേ?
ഞാൻ കമ്മ്യൂണിസ്റ്റാടോ, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. സാറ് വന്നിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായില്ലേ, ഈ കേസിന്റെ കാര്യം മാത്രം മതിയോ? ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണണ്ടേ? മാനേ റോബിനെ, നീ ചിക്സിനെ കാണാൻ വേണ്ടിയല്ലേ ഈ ഉത്സവം ചുറ്റിക്കളി എന്നൊക്കെ പറഞ്ഞിറങ്ങിയേക്കുന്നേ? അല്ല, അങ്ങനെയും പറയാം. അയ്യോ, അങ്ങനെ പറയാനല്ല, അങ്ങനെയാ പറയണ്ടേ. അപ്പൊ സാറ് വരില്ലേ? ആ നോക്കട്ടെ, ടൈം ഉണ്ടേ വന്നേക്കാം. സാർ ഒറ്റയ്ക്കോ? അവിടെ കപ്പിൾസിന് മാത്രമേ എൻട്രി ഉള്ളൂ. എന്റെ പൊന്നി സാറേ, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ആയിക്കോട്ടെ സാറേ, ഇപ്പൊ 6:30 വരണം കേട്ടോ. ആ നോക്കട്ടെ. പൊട്ടൻ ഇത് ഏത് ഉത്സവത്തിന്റെ കാര്യമാണ് പറഞ്ഞേ? ഇവിടെ ഒരൊറ്റ മനുഷ്യരെ കാണാനില്ലല്ലോ. ഈ അടച്ചു കൂട്ടിയ സ്ഥലത്തൊക്കെ ആരെങ്കിലും ഉത്സവം നടത്തുമോ? അവനെ വേണം ആദ്യം അട്ടിക്കാൻ. പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും ചാടി വീണോളൂ. ഇവളെന്താ ഇവിടെ? സാറേ സാറേ, താനെന്താ ഇവിടെ? സാറെന്താ ഇന്നലെ ഉത്സവത്തിന് വരാത്തെ? ഒരു മിനിറ്റ്. എന്താ സാറേ? എന്റെ തല എന്റെ കഴുത്തിന് പൊക്കത്തുണ്ടോ? ഉണ്ട് സാറേ, അവിടെ തന്നെ ഉണ്ട്. എന്നെ ഒരു 10-15 പേര് തല്ലിയ പോലെ ഒരു ഫീല്. മേലാസകലം വേദന. പനിക്കാനാണോ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ആയിരിക്കാം. അല്ല, താൻ ഏത് ഉത്സവത്തിന്റെ കാര്യം പറഞ്ഞേ? ഇന്നലെ ഞാൻ അവിടെ വന്നപ്പോ തന്നെയൊന്നും കണ്ടില്ലല്ലോ. സർപ്പക്കാവില് ഏതാ ഓഫീസേഴ്സ് ഒക്കെ മരിച്ച സ്ഥലം, അവിടെ ഒരു കോപ്പുമില്ലായിരുന്നു. സാറേ, അത് യക്ഷിക്കാവ്. അപ്പൊ രണ്ടും വേറെയാ? സാർ ഇന്നലെ ആ സമയത്ത് അവിടെ പോയോ? ആ പോയല്ലോ. അതിനെന്താ, സാറെന്തെങ്കിലും കണ്ടായിരുന്നോ? പിന്നെ കാണാണ്ട് സാറെന്താ കണ്ടേ? അവളെ. ആരെ? എടാ, ആ വട്ട് കേസില്ലേ, താര. സാറ് ശരിക്കും കണ്ടോ? നല്ല HD ദൃശ്യ മികവോടെ കണ്ടു. പിൻട്രസ്റ്റ് ചെയ്തെടുത്ത വീഡിയോ എന്ന് പറയില്ല. സാർ എന്തുവാ കണ്ടേ? എടാ, അവളാ പാതിരാത്രിക്ക് വെള്ളസാരി ഉടുത്ത് കുളത്തിൽ കുളിച്ചൊരു താമരയും പറിച്ച് അമ്പലത്തിൽ കയറി കുത്തിയിരിക്കുക. എന്റെ ദൈവമേ, സാറെന്താ കളിക്കുവാണോ? അതൊക്കെ വൃത്തിയേടല്ലേ. എന്റെ പൊന്നു സാറേ, അതെന്താ സംഭവം എന്നറിയോ? കുളിസീനല്ലേ. സാറ് പോക്കുവരവെന്ന് കേട്ടിട്ടുണ്ടോ? പോക്കുവരവോ? അതെന്ത് പോപ്പ്? ദേവി ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് പോകുന്നതിനാണ് പോക്കുവരവെന്ന് പറയുന്നത്. ആഹാ. ആ ദേവി കുളി കഴിഞ്ഞ് ഈറനോടെ അമ്പലത്തിൽ പ്രവേശിച്ച് അവിടെ കുടികൊള്ളൂന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. എടോ, ദേവിയോ? ഞാൻ കണ്ടത് താരയാ. സാറിനെ അവള് കണ്ടോ? ആ ഒരു മിന്നായം പോലെ. ഇനി എന്തൊക്കെ കാണണോ ദൈവമേ. എനിക്ക് തോന്നുന്ന ആ ഓഫീസേഴ്സിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇവളാണ്. ഇതെന്തൊരു പെട്ടെന്നൊരു മഴ? സാർ, എന്തോ ഒരു പ്രശ്നമുണ്ട്. താൻ ആദ്യം ജനലടയ്ക്ക്. സാർ, എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അതാരോ കതകി മുട്ടിയതാ. മാറി, ഞാൻ ചെന്ന് നോക്കാം. ആരാ? ഓ, ഞാൻ നിന്റെ കാലൻ.